വൈകിക്കുന്നതിൽ അർത്ഥമില്ല. റിസൾട്ട് വന്നിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ടും ഇനിയും വൈകിക്കുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കാരണം ജനം വോട്ട് ചെയ്തത് സതീശനാ. ഇവിടെ ഈ പറഞ്ഞ കണ്ടെത്തിയ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. 63 MLA മാർ, 63 കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ 63 സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറിയിട്ട് നിങ്ങൾ നോക്കൂ, UDF ഘടകകക്ഷികളായിട്ടുള്ള ബാക്കി എല്ലാവരും വിജയാഘോഷങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ നടത്തിക്കഴിഞ്ഞു. വിജയാഘോഷങ്ങൾ വരെ നടത്തിക്കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് അവർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ജനങ്ങൾ നിരന്തരമായിട്ട് പ്രതിനിധികളുടെ മുകളിൽ, അവർ വിജയിപ്പിച്ച അവരുടെ ജനപ്രതിനിധിയുടെ മുകളിൽ അവർ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം നിരവധി ഫോൺ കോളുകൾ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച UDF കോൺഗ്രസിന്റെ പ്രതിനിധികളെ വിളിച്ച് നിങ്ങൾ VD സതീശനെ പിന്തുണക്കണം, എന്തുകൊണ്ട് നിങ്ങൾ പിന്തുണക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ജനം എത്തുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ VD സതീശൻ തരംഗം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പഠനങ്ങളോ ഏജൻസികളോ ഒന്നും ആവശ്യമില്ല. UDF എത്തി നിൽക്കുന്ന 102 എന്ന് പറയുന്ന ഫിഗർ തന്നെ അതിന് ധാരാളമാണ്. കാരണം ആ 102 100+ എന്ന് പറയുന്ന നമ്പർ, ആ ഒരു മാർജിൻ, അങ്ങനെ ഒരു ഫിഗർ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ചർച്ചയിലേക്ക് ആദ്യം വെച്ച വ്യക്തി സതീശനാണ്. സതീശൻ മാത്രമാണ്. സതീശൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏറ്റുപിടിക്കാൻ പോലും ഒരെണ്ണം പോലും ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള ആ ഗ്യാപ്പിൽ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോൾ 80ഉം 90ഉം ഒക്കെ ആയിരുന്നു അവരുടെ വിലയിരുത്തലുകൾ. എന്നാൽ സതീശൻ മാത്രമാണ് 100 100 100 100 100+ എന്ന് പറയുന്ന ഫിഗർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സതീശന്റെ നിലപാടുകളും സതീശന്റെ കാഴ്ചപ്പാടുകളും വോട്ടായി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ 100+ എന്ന് പറയുന്ന ഫിഗർ. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ജനതരംഗം, ജനവികാരം എന്ന് പറയുന്നത് അത് സതീശനാണ്. അത് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയും വൈകിക്കുന്നതിൽ അർത്ഥമില്ല. ഫോർമുലകളൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇത് ജനം ആഗ്രഹിച്ച് വിശ്വസിച്ച് നൽകിയ അംഗീകാരമാണ്. അതിന് കോട്ടം തട്ടിക്കരുത്. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട് അതിന് കോട്ടങ്ങൾ ഉണ്ടാവുന്ന ഒന്നും ഉണ്ടാകരുത്. എന്താണെങ്കിലും ഇത് ബോധ്യപ്പെട്ടു എന്നുള്ളത് വലിയ ആശാവഹമായ കാര്യമാണ്. കാരണം ഈ 63 അംഗങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായ കാര്യമാണ്. കാരണം ജനം വോട്ട് ചെയ്തു. ആ ജനം വോട്ട് ചെയ്തത് സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കാണാനാ.